നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസ് ഒരുപാട് മുന്നോട്ട് പോയി. നമ്മളിത് ആ വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കളി വിലയിരുത്തലുകളും വിശകലനങ്ങളും തർക്കങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വിശദമായിട്ടുള്ള വിശകലനങ്ങൾ വരുന്നുണ്ടെന്ന്. അത്തരം എപ്പിസോഡ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ ഷിയാബ് സാർ ഉണ്ട്. വർഷങ്ങളായിട്ട് കളി നിരീക്ഷകൻ, കളി വിലയിരുത്തുന്ന നമ്മുടെ സുഹൃത്താണ്. ഞങ്ങളോട് പറഞ്ഞിരുന്നു വേൾഡ് കപ്പിൻ്റെ സമയമാകുമ്പോൾ ഒരു എക്സ്പേർട്ടിനും കൂടി കൊണ്ടുവരുന്നുണ്ട്. വെൽക്കം ഷിയാബ് സാർ. സുഖമല്ലേ? ഇങ്ങനെ പോകുന്നു? നല്ലത്. നമ്മൾ വേൾഡ് കപ്പിൻ്റെ സമയമാണ് അല്ലേ? വേൾഡ് കപ്പ് ആവേശത്തിലാണ്. വേൾഡ് കപ്പ് ആവേശമാണ്. 2022 ഖത്തറിൽ വേൾഡ് കപ്പ്. ലയണൽ മെസ്സിക്ക് വേണ്ടിയിട്ട് അവസാനം അർജന്റീന കപ്പടിച്ചു. അതിലെനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ 2018 വേൾഡ് കപ്പ് സാറിന് ഓർമ്മ ഉണ്ടാവുമല്ലോ. അന്ന് അർജന്റീന പുറത്താവുമ്പോൾ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. എന്താ അറിയോ? ഷുവർലി ഇത് മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണ്, ഇനി ഉണ്ടാവില്ല, ഈ ലെജൻഡ് വേൾഡ് കപ്പ് നേടാതെ വിടവാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് 4 കൊല്ലം കഴിയുമ്പോൾ മെസ്സി കപ്പും കൊണ്ടാ പോകുന്നത്. പ്രത്യേകിച്ച് കോപ്പ അമേരിക്ക വിലക്കാറുണ്ടെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഒരു നിരാശാജനകമായ പ്രകടനമായിരുന്നു അർജന്റീന ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. അതെ അതെ അതെ. ലയണൽ മെസ്സി കരഞ്ഞു പോയ 2014 വേൾഡ് കപ്പിന് ശേഷം നടന്ന 2 കോപ്പ അമേരിക്ക സംഭവിച്ചു. പിന്നെ എന്താ പറയുക, 2018 അർജന്റീനയുടെ ടീം പൊതുവെ അത്ര ബാലൻസ്ഡ് അല്ല എന്ന അഭിപ്രായം തന്നെയായിരുന്നു. പൊതുവെ നമ്മളിപ്പോ പ്രോഗ്രസ് ചെയ്യുന്നിടത്തോളം അത്ര നല്ല ടീം എന്ന് പറയാൻ പറ്റിയിരുന്നില്ല. ഇല്ല, അത് സാമ്പോളി ആയിരുന്നു. പിന്നെയാണ് ലയണൽ സ്കലോനി അത് ഏറ്റെടുത്ത് ഒരു വളരെ ബാലൻസ്ഡ് അത് ഒരു ഇമോഷനും കൂടി ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലയണൽ മെസ്സിക്ക് വേണ്ടിയിട്ട് കപ്പടിക്കുക എന്നുള്ള അതേസമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നിര തന്നെ ആയിരുന്നു 2022 അർജന്റീന ടീം എന്ന് പറഞ്ഞത്. അതായത് ഇപ്പം ആ ടീം സ്കലോനി ഏറ്റെടുക്കുമ്പോൾ സ്കലോനിനെ ശരിക്കും ഒരു ഇൻട്രിങ് കോച്ചായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അന്ന് ഈ അടുത്ത ദിവസം സ്കലോനി അതിനെപ്പറ്റി പറയണ്ടായി. ഈ ഹോണ്ട്രാസിനെതിരെയുള്ള ഇപ്പോൾ സന്നാഹ മത്സരത്തിന് തൊട്ട് മുമ്പ് പത്രക്കാരോട് സ്കലോനി ആ സംഭവം പറയുന്നുണ്ട്. ഞാനും ഐമറും കൂടി ഈ ഇൻട്രിങ് കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ട് മെസ്സിയെ വിളിച്ചപ്പോൾ മെസ്സി ചോദിച്ച്, നിങ്ങൾക്ക് എന്താണോ വട്ടാണോ, ക്രൈസി എന്നാണ് ചോദിച്ചത്. കാരണം അത് ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ എന്നുള്ളത്. മെസ്സി പക്ഷേ ആദ്യത്തെ കോളപ്പിനൊന്നും അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ സ്ഥിരമാവുന്നു, മെസ്സി വരുന്നു, അടുത്ത കോപ്പ അമേരിക്കക്ക് മെസ്സി ടീമിൽ വരുന്നു. ആ കോപ്പ അമേരിക്ക ബ്രസീലിൽ വെച്ച് നടന്ന ഫസ്റ്റ് കോപ്പ അമേരിക്ക, അതായത് 2019 ഓർമ്മ, അത് അർജന്റീന സെമിയിലെത്തി. പിന്നെ ഉള്ള കോപ്പ അമേരിക്ക ജയിക്കുന്നു. പിന്നെ അങ്ങോട്ട് കപ്പാണ്. അതെ 2022 സത്യം പറഞ്ഞാൽ ലയണൽ മെസ്സി ഫുട്ബോളർ എന്നുള്ള നിലക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് സത്യം പറഞ്ഞെങ്കിൽ, ലോക ബോർഡ് കൂടിയിട്ട്. പക്ഷേ ഒരു കാര്യം അപ്പൊ ഞാൻ ചോദിക്കാണേ, ഗോട്ട് ഡിബേറ്റ് അവിടെ കംപ്ലീറ്റ് ആയോ? 2022 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം നടന്ന ഡിബേറ്റുകൾ, ഡിസ്കഷൻസുകളിലൊക്കെ വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഹുഭൂരിപക്ഷം ആളുകളുടെ ഭാഗത്തു നിന്നും ലയണൽ മെസ്സിയാണ് ഗോട്ട് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ എപ്പോഴും കോമ്പീറ്റ് ചെയ്യാൻ ഒരു റൊണാൾഡോ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് കൊണ്ട് അതങ്ങനെ പോകും. പിന്നെ അതുമല്ല, റൊണാൾഡോ എന്ന് പറഞ്ഞെങ്കിൽ നല്ലൊരു കോമ്പറ്റീറ്ററാണ്. അത് 42ാമത്തെ വയസ്സാണ്. 42ാമത്തെ വയസ്സിൽ ഇപ്പോഴും അങ്ങനത്തെ കോമ്പീറ്റ് ചെയ്തിട്ട് അപ്പോൾ വേറൊരു തരത്തിലും അഭിപ്രായം വരുന്നുണ്ട്. അടുത്ത 2030 വേൾഡ് കപ്പിലും കളിച്ചേക്കാം എന്ന് പറയുന്നത്. അത് റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിലെ കോച്ച് കഴിഞ്ഞ കോമ്പിറ്റൻസിയാണ് കാണിക്കുന്നത്. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പക്ഷെ ഇതില് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, മെസ്സിക്ക് ഇപ്പം എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ വേൾഡ് കപ്പിന് മെസ്സിക്ക് എന്താണ് മോട്ടീവ്? ക്രിസ്ത്യാനോക്ക് ആണെങ്കിൽ നേടാനുണ്ട്. എനിക്ക് തോന്നുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോളോ ചെയ്യുന്ന ഒരു 1000 ഗോൾ എന്ന് പറയുന്നുണ്ട് ഒന്ന്. അപ്പോൾ വേൾഡ് കപ്പ് നേടണം എന്ന് ലയണൽ മെസ്സിക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷെ അതേസമയം തന്നെ 1000 ഗോൾ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിയെത്തുന്ന ദൂരത്ത് തന്നെയാണ്. അപ്പോൾ റൊണാൾഡോ അത് മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ, അതായത് എനിക്ക് തോന്നുന്നത് ഒരുപാട് മൈൻഡ് ഗെയിമാണ്. ഒരു മൈൻഡ് ഗെയിമാണ് സംഭവം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു എക്സലൻസ് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഉയർച്ച എന്ന് പറയുന്നത് ലയണൽ മെസ്സി എന്ന് പറയുന്ന താരം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കോമ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരം ഇപ്പോൾ ഒരു എക്സലന്റ് പ്ലെയറാണ്, അല്ല എന്ന് പറയുന്നില്ല, ഒരു ഇൻഡിവിജ്വൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായ സമയത്തുള്ള ക്രിസ്ത്യാനോക്ക് നമുക്ക് അറിയാവുന്ന മുമ്പേ തന്നെ അറിയാം. ആദ്യം ബാലൻഡിയോർ നേടുന്നതും ക്രിസ്ത്യാനോ. പക്ഷെ ഒരു പ്ലെയർ എന്നുള്ള നിലക്ക് മൂപ്പര് ആക്ച്വലി എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് ആക്കിയത്
ലയണൽ മെസ്സി ആയിരുന്നു. അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് മൂപ്പര് അങ്ങനെ ഒരു പോരാട്ടം വിട്ടുകൊടുക്കൂല എന്നുള്ളതാണ്. അപ്പൊ ഇവര് തമ്മിൽ ഇപ്പോഴും ഈ ഒരു പോരാട്ടം ഉണ്ട് മനസ്സിലെന്നാവുന്നത്. അതായത് ആരാദ്യം നിർത്തും, ആരാദ്യം 1000 കടക്കും. ഇപ്പൊ ക്രിസ്ത്യാനോ 1000 കടന്നാലും മെസ്സി പിന്നാലെ 1000 ഗോൾ കടക്കും എന്നുള്ള ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലയണൽ മെസ്സിയുടെ മനസ്സിൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം പോർച്ചുഗല് മൊറോക്കോയുടെ തോറ്റ് ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് പുറത്താകുമ്പോ ക്രിസ്ത്യാനോയുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതാണ്. കരഞ്ഞിട്ടാണ് പോയത്. നമ്മൾ വിചാരിച്ചിരുന്നു അവിടെ നിന്നു പലതരത്തിലും പറഞ്ഞെങ്കിൽ ഡിക്ലൈൻ ആണെന്ന് വിചാരിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഫുട്ബോളിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ക്ലബ്ബ് ഫുട്ബോളിലും അതേപോലെ തന്നെ ഒരു ഡിക്ലൈൻ ആണെന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. പിന്നെ ക്ലബ്ബ് മാറിയപ്പോൾ നമ്മൾ കരുതിയിരുന്നു അൽ നസറിലേക്ക് മാറിയപ്പോൾ ഒരു ഏഷ്യൻ ക്ലബിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മള്, പക്ഷെ അങ്ങനല്ല, ഒരു ഹയർ നല്ല സ്റ്റാൻഡേർഡുള്ള കളി തന്നെ അവിടെ ചെന്നിട്ടും കളി. അതായത് അവിടെ എത്തിയപ്പോ ക്രിസ്ത്യാനോ എത്തിയോടുകൂടി ആ ലീഗും ക്ലബ്ബും ഒക്കെ സ്റ്റാൻഡേർഡ് അങ്ങ് അൽ നസർ രൂപത്തിലേക്ക് മാറി. അറിയപ്പെടാത്ത ഒരു ക്ലബ്ബ് ഈ രൂപത്തിലേക്ക് മാറി. അത് മാത്രമല്ല, അപ്പൊ നമ്മളൊക്കെ ഉണ്ടായിരുന്ന ഒരു ജനറേഷന് റൊണാൾഡോയും CR7നെയും അതേപോലെ ലയണൽ മെസ്സി ഫോളോ ചെയ്യുന്ന ജനറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അമേരിക്കൻ ലീഗും സൗദിയിലൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് എൻ്റെ കാര്യം. അതിരാവിലെ ഇപ്പം 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്കൊക്കെയാണ് ഇപ്പൊ MLS കളി ഉണ്ടാവുക. അത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് ജോലിക്ക് പോണതിന് തൊട്ട് മുമ്പ് അതിരുന്ന് കണ്ടിട്ട് പോണ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയെന്നാണ്. ഇവർ തമ്മിലുള്ള ഈ പോരാട്ടം സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഈ വേൾഡ് കപ്പ് അവരുടെ ലാസ്റ്റ് ഡാൻസ് ആണല്ലോ. അപ്പോൾ മെസ്സി ഓൾറെഡി ലോക ചാമ്പ്യൻ ആണ്. ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് എന്നുള്ളതൊക്കെ നടക്കും എന്നുള്ളത് കണ്ടറിയണം. വളരെ പണ്ടൊക്കെയാണ്. അപ്പം വളരെ മുമ്പ് ഇപ്പൊ ഇറ്റലി അങ്ങനെ ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് ഇറ്റലി 1934-38 ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബ്രസീൽ 58-62. അതിനുശേഷം സംഭവിച്ചിട്ടില്ലല്ലോ, ഉണ്ടായിട്ടില്ല. അപ്പം ഇത് ഇത്തവണ പോർച്ചുഗൽ കൊണ്ടുപോകുമോ? അതായത് ക്രിസ്ത്യാനോ ഈ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റഡ് എന്ന രൂപത്തിലേക്ക് മാറുമോ? എന്താണ്, ആർക്കാണ് സാധ്യത കൂടുതൽ? ഓക്കെ, സാധ്യതയിൽ എപ്പോഴും മുന്നിലുണ്ടാകുന്ന കുറച്ച് ടീമുകളുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പോർച്ചുഗലിന്റെ കേസിൽ ഒരു നല്ല വെൽ ബാലൻസ്ഡ് ടീമുണ്ട്. മുമ്പ് ഇപ്പൊ 2016 യൂറോ കപ്പിന്റെ കേസിൽ ഞാൻ പറയും തികച്ചും അനർഹമായ രീതിയിൽ യൂറോ കപ്പ് നേടിയതാണ് പോർച്ചുഗൽ എന്ന് പറയും. കാരണം അതെങ്ങനെയാണ് അവർ പ്രോഗ്രസ് ഫൈനലിലേക്ക് എത്തിയെന്നുള്ളതും ഫൈനലിൽ എങ്ങനെ കപ്പ് നേടിയെന്ന് നമുക്കറിയാം. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ സമനിലകൾ ഒരു ജയം പോലും ഇല്ലാതെ തട്ടിമുട്ടി ഫൈനലിലെത്തി. അങ്ങനെ ഫൈനലില് ടൈ ബ്രേക്കറിൽ ഫ്രാൻസിനെ ജയിച്ചു. അങ്ങനെ എക്സ്ട്രാ ടൈമിലാണ് ഗോൾ അടിച്ചത്. അപ്പോൾ എനിവേ, അപ്പോൾ അതിനുശേഷം ഇപ്പോഴുള്ളൊരു പോർച്ചുഗൽ എന്ന് പറഞ്ഞെങ്കിൽ ആ രീതിയിലല്ല. വളരെ മുന്നേറ്റ നിരയാണെന്നുണ്ടെങ്കിലും അതേപോലെ മിഡ്ഫീൽഡ് ആണ്. ഇപ്പോൾ മിഡ്ഫീൽഡ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ക്ലാസ് ആണ്. ഇപ്പൊ PSG-ലും അതേപോലെ തന്നെ മറ്റുള്ള ലോകോത്തര ക്ലബുകളിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ഇപ്പോൾ പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ ആവും അവരൊരു കുന്തമുനാന്ന് എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ. എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന്റെ മൊത്തം ടീം എടുക്കുമ്പോഴേ നമുക്ക് ഒരു ബാലൻസ്ഡ് എന്ന് നമ്മൾ പറയുമ്പോഴും എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ മുന്നേറ്റ നിരയല്ല. ഈ 42 വയസ്സുകാരനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതിൽ ഒരു പ്രശ്നമില്ലേ? അതിലൊന്നാമത് CR7ന്റെ കേസിൽ മൂപ്പരുടെ പ്രസൻസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അപ്പോൾ അവർക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നതും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ കേസിൽ ക്രിസ്ത്യാനോയെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യണില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കേണ്ടത് ക്രിസ്ത്യാനോ അവരെ എടുത്ത് അലൈൻഡ് ആവും എന്നുള്ളതാണ്. അവരുടെ വേഗതക്കൊപ്പം സ്വാഭാവികമായിട്ട് അവർ വിങ്ങേഴ്സ്, പോർച്ചുഗലിന്റെ വിങ്ങേഴ്സ് ഒക്കെ ആണെങ്കിൽ വളരെ വേഗതയുള്ളവരാണ്. അപ്പൊ അതിനൊപ്പം എത്താൻ ക്രിസ്ത്യാനോക്ക് കഴിയുമോ എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ ക്രിസ്ത്യാനോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെൽ പൊസിഷൻഡ് ആണ്. എങ്ങനെ ഒരു നമ്മളിപ്പോ അവസരവാദി എന്ന് പറയാം, ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ക്രിസ്ത്യാനോയെ കുറിച്ച് പറയാറുണ്ട്, ടാപ്പിൻ ഗോൾസ് ഒക്കെ ഒരുപാട് അടിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ക്രിസ്ത്യാനോ ടാപ്പിൻ ഗോൾഡ് അടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മൂപ്പരുടെ പൊസിഷനിങ് ആണ്. ആ കൃത്യസമയത്ത് കൃത്യ ഇടത്ത് ആ ഒരു പൊസിഷനിൽ മൂപ്പർ എത്തുന്നതുകൊണ്ടാണ് മൂപ്പർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ക്ലിനിക്കൽ ഫിനിഷിങ് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല ഗോളുകളുണ്ട്. അത് കൂടാതെ ഇങ്ങനെയുള്ള ഗോളുകൾ അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് സമയത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അതാണ്, അതെങ്ങനെയെന്ന് അറിയാം.
ഇപ്പോൾ ഈ സന്നാ മത്സരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ചില രീതിയിലുള്ള ഒരു 1-2 ശ്രമങ്ങളൊക്കെ ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. വേഗതയുടെ കാര്യത്തിൽ മാത്രമേ, പക്ഷെ എന്നാലും ഒന്നുകൂടി ഡീപ്പ് ഫോർവേഡ് ആയിട്ട് ആ രീതിയിൽ നല്ലൊരു പൊസിഷനിങ്ങോട് കൂടിയിട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യാനോ മൂപ്പരുടെ പ്രശ്നങ്ങൾ എന്താന്ന് ക്രിസ്ത്യാനോക്ക് അറിയാം. ഞാൻ പഴയ പോലെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കല്ല വേണ്ടതെന്നും ഇപ്പോൾ എൻ്റെ ബോഡി എങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള മനസ്സിലാക്കി കൃത്യമായി ബോക്സിൽ മൂപ്പര് പൊസിഷൻ എടുക്കുന്നു, കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനോ ഇപ്പോൾ ചെയ്യണത്. പിന്നെ അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ പിന്നെ ആരും എന്നുള്ള ചോദ്യമാണ്. ഗോൺസാലോ റാമോസിനാണെങ്കിൽ PSG അത്ര ഒരു പ്ലേയിങ് ടൈം കിട്ടിയിട്ടില്ല. കൺസിസ്റ്റൻസി ഒരു വിഷയമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനോ പോലുള്ള താരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന വെച്ചെങ്കിൽ നമ്മളൊരു സ്ഥിരതയാണ്. പ്ലേയേഴ്സിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇതുപോലുള്ള പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ റാമോസ് ക്രിസ്ത്യാനോ പകരം ഇറങ്ങി ഗോളുകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു തുടർച്ച കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുമ്പോഴേ ഈ നമ്മളൊരു ടോപ്പ് 5 ടീമുകൾ കണ്ടൻറ്റേഴ്സ് എടുത്താൽ പോർച്ചുഗലിന് എത്ര സ്ഥാനം കൊടുക്കും കപ്പെടുക്കാനുള്ള സാധ്യതയിൽ? പോർച്ചുഗലിന് നിലവിൽ എന്തുകൊണ്ട് പോർച്ചുഗലിൽ ഒന്ന്, പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പം ബ്രസീലോ അത് സ്പെയിനോ ഫ്രാൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളവരാണ് ഓൾറെഡി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു പരിചയ സമ്പത്ത് ഇപ്പം എങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിലെ ഗ്രൂപ്പ് ഘട്ടം കടന്ന് അതേപോലെ തന്നെ നോക്കൗട്ട് സ്റ്റേജുകളിൽ കടന്ന് സെമിയും ഫൈനലൊക്കെ എങ്ങനെ കളിക്കാം, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. അപ്പോൾ അതിന്മേലൊക്കെ ഒരു റാങ്കിങ് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ നമ്മൾ സ്പെയിനിന് ഒരു 1ാം റാങ്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഫ്രാൻസ് ഉണ്ട്, അതേപോലെ അർജന്റീന വരുന്നുണ്ട്. പോർച്ചുഗലിന്റെ കാര്യത്തിൽ ഇപ്പോൾ കപ്പ് നേടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 4-5 സ്ഥാനമൊക്കെ കൊടുക്കാം. ഇത് ഇന്നലെ റോബർട്ടോ മാർട്ടിനസ് കളി കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. ഇതേ വിശകലനാണ് കോച്ച് പറഞ്ഞത്, പോർച്ചുഗലിൻ്റെ കോച്ച്. അതായത് ഫേവറിറ്റ്സിൻ്റെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫേവറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ കപ്പൊക്കെ എടുത്തവരല്ലേ, ഞങ്ങൾ നേരത്തെ കപ്പ് എടുക്കാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അംബീഷ്യസ് ആണ്, കിരീടം നേടണം. ഫേവറിറ്റ്സിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്താൻ, അത് പ്രഷർ ഒഴിവാക്കാൻ കൂടി ഒരുപാട് ഘടകങ്ങളുണ്ട് പോർച്ചുഗലിനെ മുന്നോട്ട് നയിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജോട്ടയുടെ മരണം, അതേപോലെ തന്നെ വൈകാരികമായിട്ട് അത് എടുത്ത് അവർ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷെ അതൊന്നല്ല, നമ്മൾ പോസിറ്റീവായിട്ട് കളിയെ സമീപിക്കണം. അതേപോലെ തന്നെ അവരെ ആ ഒരു ബാലൻസ്ഡ് ആണ് ടീം എന്നുണ്ടെങ്കിൽ വളരെ വെൽ ബാലൻസ്ഡ് ആണെന്ന് എൻ്റെ അഭിപ്രായം നിലവിൽ. അപ്പോൾ നമ്മൾ പോർച്ചുഗലിനോട് മാറ്റി നിർത്തി ഒരു 4-5 ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ റാങ്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെയിനിനെ നമ്മളെങ്ങനെയാണ് ഇത്തവണത്തെ സ്പെയിനിനെ ഞാൻ സ്പെയിനിന് എങ്ങനെ കൊടുക്കും? സ്പെയിന് ഫ്രാൻസ് 1-2 അങ്ങോട്ടും എങ്ങനെ കൊടുക്കാം. ഫ്രാൻസിന് വേണമെങ്കിൽ സ്പെയിനും ഒന്നാവാം ഫ്രാൻസും ഒന്നാവാം എങ്ങനെയാവാം. ശരിക്കും അതാണ് അതിന്റെ ശരി. ഇപ്പൊ അല്ലെങ്കിൽ സ്പെയിൻ 1 ഫ്രാൻസ് 2 എന്ന് പറയുന്നതിന് പകരം ഈ 2 ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ എന്ത് ചെറിയ മാറ്റങ്ങളോടുകൂടി ഈ ഒരു റാങ്കിങ്ങിൽ വരാന്നുള്ളതാണ് അതിന്റെ ശരി. ഇപ്പൊ സ്പെയിൻ എടുക്കുകയാണെങ്കിൽ ഒരു യമാൽ ഓവർ ഡിപ്പെൻഡൻസി ഉണ്ടോ? യമാല് ഡിപ്പെൻഡൻസി ഉണ്ട്. ഒന്നാമതെങ്കിൽ സ്പെയിനിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനൊക്കെ വേൾഡ് കപ്പ് കാണാൻ തുടങ്ങിയത് ഇപ്പോൾ ലൈവായിട്ട് കാണാൻ 1990 86 എമിലിയോ ബുട്രോഗിനോ, അതേപോലെ അതിനുശേഷമുള്ള ഒരുപാട് നമ്മൾ സ്ട്രൈക്കേഴ്സ് ഉണ്ടായിട്ടുണ്ട്, പ്യൂർ ആയിട്ടുള്ള നമ്പർ 9. അതായത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന നമ്മൾ റൗൾ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ഫെർണാണ്ടോ ടോറസ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള നമ്മൾ ഡേവിഡ് വി ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മൾ ഒരു പ്യുവർ സ്ട്രൈക്കേഴ്സ് ആയിരുന്നു നമ്മൾ ആ നമ്പർ 9 പൊസിഷനിൽ. പക്ഷെ അതുപോലെയുള്ള ഒരു സ്ട്രൈക്കേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ സ്പെയിൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തുള്ള ലഫുവൻ്റ കോച്ച് മൂപ്പര് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ആക്ച്വലി ടിക്കി ടാക്ക ശൈലിയാണ് കൂടുതലായിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു സ്പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടിക്കി ടാക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിരുന്ന അതേ സമയം വെച്ചെങ്കിൽ നമ്മളൊരു ആക്രമണം അറ്റാക്ക് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കരുത്തുണ്ട്. പക്ഷെ നമ്മളൊരു ഡിപ്പെൻഡൻസി ഇപ്പം നിക്ക് വില്യംസ് ഉണ്ട് ഒരു ഭാഗത്ത് വിങ്ങറായിട്ട്, നിക്കോ വില്യംസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ യമാൽ ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ പെഡ്രി ഉണ്ട്, അതേപോലെ റോഡ്രി ഉണ്ട് ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ ഫോർവേഡായിട്ട് കളിക്കുന്ന നമ്മുടെ ഡാനിയോലും
ടീമുകളുണ്ട്. പക്ഷെ ഇതേപോലെ ഒരു വിഷയം എന്ന് പറഞ്ഞെങ്കിൽ ഈ പ്യൂർ ആയിട്ടുള്ള ഒരു നമ്പർ 9 രൂപത്തിലുള്ള ഒരു സംഭവം ഇല്ല എന്ന് മാത്രമേ. ബാക്കി എല്ലാ പൊസിഷനും ഒരു ഉഷാറാണ്. ഇപ്പൊ ജോയൻ ഗാർഷിയൊക്കെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. കാരണം ലാലിഗയിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ഏറ്റവും ഒടുവിലാണ് ഗാർഷിനൊക്കെ സ്കൂളിലേക്ക് കോച്ച് ആഡ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരു പ്യുവർ ടാലന്റഡ് ആയിട്ടുള്ള കുറെ പയ്യന്മാരെ കൊണ്ടാണ് വരുന്നത്. എന്തും സംഭവിക്കാം. യൂറോ കപ്പ് അടിച്ച പോലൊക്കെ വീണ്ടും അവർ ഇത് കണ്ട് പോയി കഴിഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. അപ്പൊ നമ്മൾ 1 or 2 കൊടുക്കാം അല്ലേ? ഫ്രാൻസ് ആണെങ്കിലോ? ഫ്രാൻസ് ഞാൻ പറഞ്ഞ പോലെ 1 കൊടുക്കാം, 2 കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. ഫ്രാൻസ് എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഇപ്രാവശ്യം ഞാൻ ഇപ്പൊ കളി കണ്ടതിലിപ്പോ നമ്മുടെ മൈക്കിൾ ഒലീസെ ഈ വേൾഡ് കപ്പിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, എസ്പെഷ്യലി നോക്കൗട്ട് സ്റ്റേജിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രാൻസിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ സന്നാഹ മത്സരത്തിൽ വരെ കണ്ടു. കൂടാതെ വളരെ പൊളി മാത്രമല്ല വളരെ കൂളാണ്. അപ്പൊ നമ്മളിപ്പോ ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ വളരെ അനായാസം അത് ഗോളാക്കി മാറ്റുക. അതേപോലെ തന്നെ നല്ല ടെക്നിക്കും അതേപോലെ തന്നെ ഡ്രിബ്ലിങ്ങും പാടമൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. വേൾഡ് കപ്പിന്റെ തന്നെ താരമാവാൻ സാധ്യതയുണ്ട്. ഒലീസൊക്കെ ഇപ്പൊ നമ്മളിപ്പോ സന്നാ മത്സരത്തില് എംബാപ്പയുടെ ഒരു സാന്നിധ്യം കൂടി ശരിക്കും അറിഞ്ഞിരുന്നു. അതാണ് ഇപ്പൊ അല്ലെങ്കിലും ഫ്രാൻസിന്റെ ഒരു മുന്നേറ്റ നില എന്ന് പറഞ്ഞാൽ ഒലീസെ, എംബാപ്പെ, ഡിസേഡു, ഒസ്മാൻ ഡെമ്പലെ, ചെർക്കി, എന്താണ് അവരെ ഒരു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിട്ട് ഒരു വീക്ക്നെസ് ആയി കണ്ടത് നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡ് ആണ്. അപ്പോ കാണ്ടെ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സംഭവം. വയസ്സ് കഴിഞ്ഞ ആളാണ്. അതേപോലെ റാബിയോട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചുമേനി ഉണ്ട് അതേപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിഡ്ഫീൽഡിന്റെ ചെറിയ വിഷയം. പക്ഷെ എന്നാലും എന്താ പറയാ, ഈ ഒരു അറ്റാക്കിംഗ് അവരുടെ ശക്തി, അത് അവരുടെ ഒരു ശക്തിയാണ്. പിന്നെ ദശാമിന്റെ പടിയിറക്കം, ഈ വേൾഡ് കപ്പോടുകൂടി ദശാം പടിയിറങ്ങും. അപ്പൊ അവർക്ക് കോച്ചിനെ ഭയങ്കര ഒരു കിരീടം കൊണ്ട് മടക്കി വിടാനുള്ള ഒരു ആഗ്രഹം കൂടി കാണും. തീർച്ചയായിട്ടും ഉണ്ടാവും. ദശാം നമ്മുടെ 98 വേൾഡ് കപ്പ് ജയിച്ച ക്യാപ്റ്റനാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെ? 98 വേൾഡ് കപ്പില് ദശാമല്ലേ? അതെ. പിന്നെ ഇപ്പം 2018 കോച്ചാണ്. 2022 ടീമിനെ ഫൈനലിൽ എത്തിച്ചു. ഇനിയിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിദാൻ കോച്ചായി വരും എന്ന് പറയുന്നു. ഏതായാലും ഫ്രാൻസ് സ്പെയിന് 1-2 വരുമ്പോൾ 1-2 3 അർജന്റീന കൊടുക്കും. മൂന്നാമത്തെ അർജന്റീന സത്യം പറഞ്ഞാൽ ഞാൻ പോർച്ചുഗലിന് കൊടുത്തേനെ. പക്ഷെ കാരണം ടീമിന്റെ ഘടന വെച്ച് നോക്കുകയാണ്. പക്ഷെ അർജന്റീനക്ക് 3ാം സ്ഥാനം കൊടുക്കാം. കാരണം അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ച അതേ ടീം തന്നെയാണ്. കുറച്ച് ഏജ് ഒന്നുകൂടി 4 വർഷം കൂടിയിട്ടുണ്ട്. പയ്യന്മാരെ കൂടി ഇപ്പൊ നിക്കോ പാസിനൊക്കെ പോലുള്ള കുറച്ച് ആൾക്കാരെ കൂടി എടുത്തു. പക്ഷെ ടീമിന്റെ സ്ട്രക്ചറും കോറൊക്കെ കഴിഞ്ഞ തന്നെയാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെയാണ്. അവർ അർജന്റീനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ഐക്യം, എസ്പെഷ്യലി നമ്മൾ ടീമായിട്ട് കളിക്കുമ്പോഴാണ്. അതായത് നമ്മൾ ക്ലബ് ഫുട്ബോളിൽ ഈ പ്ലേയേഴ്സ് പറയുന്ന പ്ലേയേഴ്സ് ഒന്നും വലിയ രീതിയിൽ പെർഫോമൻസ് അത്ര വലിയ ക്ലബുകളിലും അല്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലൗട്രോ ഓക്കെ സീരിയ ചാമ്പ്യൻ ആയിട്ടുള്ള, ബാക്കി ഇപ്പൊ നമ്മള് ഇംഗ്ലണ്ടിലെ ആഴ്സണൽ എടുത്താൽ അവിടെ നമുക്ക് ആരെയും കാണാനില്ല. PSG നോക്കുക, ഇപ്പൊ വേണ്ട UCL ഫൈനലിൽ കളിച്ചവരിൽ നമുക്ക് ഇവരാരും കാണാനുണ്ടാവില്ല. പക്ഷെ ഇവർ ടീമായിട്ട് ഒരുമിച്ച് കളിക്കുമ്പോൾ ഒരു വല്ലാത്ത ആൽവരാസിന്റെ കേസിലൊക്കെ കഴിഞ്ഞ 2-3 മാസമായിട്ട് അതിന് ഗോളുകളൊന്നും അടിച്ചില്ല. പ്രശ്നങ്ങളാണ്. ക്ലബുമായിട്ട് തന്നെ ഇപ്പൊ പ്രശ്നമായി. അത്ലറ്റിക് മാഡ്രിഡുമായിട്ട് പോകണം വിടൂല എന്ന് പറഞ്ഞിട്ടുള്ള അവരെ. പക്ഷെ എനിക്ക് തോന്നുന്നു അവര് ഒന്നുകൂടി ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു ഇമോഷൻ വലിയൊരു ഘടകമാണ്. ഒന്നുകൂടി നമ്മൾ യൂറോപ്യൻ ഫുട്ബോൾ ആണെങ്കിൽ ഒന്നുകൂടി ഒരു ആക്ച്വലി നമ്മൾ പ്രായോഗികതയാണ് കാണും. ഇപ്പൊ ജർമ്മൻ ഫുട്ബോളൊക്കെ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും എന്താ പറയാ, അവരൊന്നും ഇമോഷൻസ് അല്ല ആക്ച്വലി അവർ ഡ്രൈവ് ചെയ്യണത്. പലപ്പോഴും പ്രാക്ടിക്കൽ എങ്ങനെ പ്രായോഗികമായിട്ട് ഫുട്ബോൾ. പക്ഷെ കഴിഞ്ഞ 2-3 പ്രാവശ്യമൊക്കെ ജർമ്മനിക്ക് എന്താണ് പറ്റിയത് ഇത്തവണ ഉണ്ടാവില്ല. ഇത്തവണ എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കും. പിന്നെ കാരണം തവണ ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. 4 ടീമുകളുള്ള ഗ്രൂപ്പിൽ നിന്ന് 3 ടീമുകളും വേണമെങ്കിൽ. പക്ഷെ ഫ്രാൻസിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ മാച്ച് സെനഗലാണ്. പിന്നെ അവർക്ക് നോർവേ ഉണ്ട് ആ ഗ്രൂപ്പിൽ 2002 എല്ലാജി ദിയൂഫ് അല്ലെ? അന്ന് അവരെ പാപ്പ ബോപ്പ ദിയൂഫ് എന്ന് പറഞ്ഞ ആളെ ബോൾ അടിച്ചതിന്റെ ഓർമ്മ അന്ന് പണി കൊടുത്തത്. അത് എന്തും സംഭവിക്കാവുന്നതാണ്. വേൾഡ് കപ്പിൽ ഇപ്പൊ ഒരു ദിവസം ഒരു കളിയിൽ എന്ത് സംഭവിച്ചാൽ തന്നെ. പക്ഷെ ഇത്തവണയുള്ള ഗുണം എന്താ വെച്ചാല് ടീമുകൾക്ക് ആശ്വാസം എന്താ വെച്ചാൽ 4 ടീമുകളുടെ ഗ്രൂപ്പിൽ നിന്ന് 3 ടീമുകളും വേണമെങ്കിൽ
റൗണ്ട് ഓഫ് 32 കടക്കും വരാം ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട്. അപ്പോൾ ഒരു വലിയ സമ്മർദ്ദം ഇല്ലാതൊക്കെ കടന്നു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സാധ്യതയുണ്ട്. അപ്പോൾ അർജന്റീനന്റെ സ്ക്വാഡ് പറയുമ്പോഴേ ഇപ്പം സ്റ്റിൽ മെസ്സിയെ തന്നെ എല്ലാവരും നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യണത്. മെസ്സിയെ ഞാൻ പറയില്ല, അമിതമായിട്ട് മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ പറയില്ല. കാരണം മെസ്സിയെ കൂടാതെ തന്നെ അവർക്ക് ചില കളികൾ അദ്ദേഹത്തിന് പരിക്കൊക്കെ പറ്റിയ സമയത്തൊക്കെ ക്വാളിഫയറിലൊക്കെ അവർ ജയിച്ചിട്ടൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ മെസ്സി വരുമ്പോഴല്ലേ ഒരു ആ ഒരു ആവറേജ് ടീം എന്നുള്ള ടീം അപ്പുറത്തെ ലെവലിലേക്ക് കടക്കുന്നത് മെസ്സി ഉണ്ടാകുമ്പോഴല്ലേ. മെസ്സി 2022-ലോ 2014-ലോ 2018-ലോ കളിച്ച രീതിയിലുള്ള വേഗതയിൽ കളിക്കാൻ പറ്റൂല എന്ന് മെസ്സിക്ക് അറിയാം. പക്ഷെ മെസ്സിയുടെ പ്രസൻസ് ആ ഒരു ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇമോഷൻ പലപ്പോഴും വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതേസമയം മെസ്സിയെ കൂടാതെ തന്നെ ജയിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ അർജന്റീന തെളിയിച്ചിട്ടുണ്ട് ഒരുപാട്. പക്ഷെ അർജന്റീനയുടെ കാര്യത്തിൽ എനിക്കെന്തായാലും കുറച്ച് ആശങ്കയുള്ളത് കുറേ താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ്. അതിനിങ്ങനെ റിക്കവറായി ഓരോരുത്തരും ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർ എത്രത്തോളം മാച്ച് ഫിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഉള്ള ചില സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും കോച്ചിന് ആ ഒരു കുറേ ആയിട്ട് ഒരുമിച്ച് കളിച്ചിട്ടുള്ള താരങ്ങളെ അതേപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം. അത് സാറ് പറഞ്ഞ ഈ യൂണിറ്റി ആയിരിക്കും അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം. പിന്നെ ബ്രസീലിന് ഇപ്പോൾ എവിടെ കൊടുക്കും? 3 ബ്രസീല് ഞാൻ പറയും വിനീഷ്യസ് ജൂനിയറിന് പ്രൂവ് ചെയ്യാനുള്ള ഒരു വേൾഡ് കപ്പാണിത്. വിനീഷ്യസ് ജൂനിയറിന് ഒന്നാമതായിട്ട് പിന്നെ ബ്രസീലിന് ഇപ്പം ഈ വേൾഡ് കപ്പിൽ സാധാരണഗതിയിൽ എല്ലാ വേൾഡ് കപ്പ് വരുമ്പോൾ ആദ്യ ഒരു പ്രഥമ സ്ഥാനം നൽകപ്പെടുന്നതാണ് ബ്രസീൽ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഇല്ല. അത് നമ്പർ 1 or 2 ഒന്നായിട്ടും ബ്രസീലിനെ പറയണില്ല. അപ്പോൾ സമ്മർദ്ദം കുറയും. സമ്മർദ്ദം കുറയും, ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. അതേസമയം വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ റയലിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ മൂപ്പർക്ക് പ്രൂവ് ചെയ്യാം. പക്ഷെ നെയ്മറിനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. നെയ്മർ എത്രത്തോളം എത്ര കളി കളിക്കുന്നുള്ളത് അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും എന്തായാലും നെയ്മറിനെ യൂസ് ചെയ്യാൻ പോകും. അപ്പോൾ വിനി ഇപ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് വിനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ആഞ്ചലോട്ടി ബ്രസീലിന്റെ കോച്ചാകുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ റയലിന് തന്നെ ഒരു വിന്നിങ് മാറ്റം അത് എത്രത്തോളം ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി സാറേ ഒരു കാര്യം കൂടി അതിന് ഒന്ന് ആഡ് ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിന്റെ കോച്ചായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ബ്രസീലിയൻ പ്ലെയർ വിനിയാണ്. ആ മാറ്റം അവിടെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ബ്രസീലിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന നീക്കമാണ്. ഇപ്പോൾ ബ്രസീല് ആഞ്ചലോട്ടിക്ക് മുമ്പ് ഒരു യൂറോപ്യൻ മാനേജർ ഇതുവരെ ഹയർ ചെയ്തില്ല. അപ്പോൾ 1 വർഷമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 2030 വരെ നീട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരു മാറ്റം കാണാൻ പറ്റുമെന്ന് നമുക്ക് വേൾഡ് കപ്പിൽ അറിയാൻ പറ്റും. 2030 എന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം, 26 തുടക്കത്തിൽ തന്നെ പോയാൽ ആഞ്ചലോട്ടിനെ സാക്ക് ചെയ്യില്ലേ? അതോ ഇനി അതല്ല 2030 മെയിൻ ടാർഗറ്റ്? ഇത് ഇപ്പോൾ 1 കൊല്ലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തതാണോ? 1 വർഷം, അതായത് ഇങ്ങനെ ഇതൊരു ഇവല്യൂഷനാണ്, പരിണാമം എല്ലാം നടക്കുന്ന സംഭവമല്ലേ. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഒരു ടീമിനെ സെറ്റ് ആക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നടത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ടൈം കൊടുക്കും. 1 വർഷമല്ലേ കിട്ടിയുള്ളൂ. 1 വർഷം കൊണ്ട് ചെയ്യാവുന്നതിന് പരിധിയുണ്ട്. കാരണം അത് ക്ലബ് ഫുട്ബോൾ പോലെ അല്ല. 1 കൊല്ലം എന്ന് പറയുമ്പോൾ മുഴുവൻ പ്ലേയേഴ്സിന് എപ്പോഴും കിട്ടും. ഒരു ക്ലബിലെ കോച്ചിന് ഇത് 1 മാസത്തിൽ ഒരു 10 ദിവസം കിട്ടും. പിന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അത് 5-6 ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ടാവും 1 കൊല്ലത്തിൽ. ഒരു 10 ദിവസം പ്ലേയേഴ്സ്, ഒരു 10-60 ദിവസമാണ് ഈ കോച്ചും താരങ്ങളും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ ബ്രസീലിൻ്റെ പ്ലേയേഴ്സ് നോക്കിയാൽ ഇപ്പം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ച 3 പ്ലേയേഴ്സ് അവരുടെ ടീമിലുണ്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ ടീം നോക്കിയാൽ അതിലിപ്പോൾ വിനി സ്ക്വാഡിലുണ്ട്. ഇപ്പോൾ എൻട്രിക്ക് ലോണ് പോയി ഇപ്പോൾ തിരികെ വന്നിട്ടുണ്ട്. അപ്പം എൻട്രിക്കും സ്ക്വാഡിലുണ്ട്. റോഡ്രിഗോ പിന്നെ മിലിറ്റാവോ ഒക്കെ സ്ക്വാഡിൽ വരേണ്ടവരാ, പരിക്ക് പറ്റി പോയതാ. ബാഴ്സലോണയിൽ നിന്ന് റാഫീഞ്ഞുണ്ട്. എവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളാണ് ബ്രസീൽ ടീമിലുള്ളത്. അപ്പോൾ നമ്മൾ അർജന്റീന വ്യത്യാസം അതാണ്. പക്ഷേ ഇവർ ഒരുമിച്ച് കളിക്കുമ്പോൾ എന്താ പ്രശ്നം? അതാണ് ബ്രസീലിൻ്റെ ഒരു വിഷയം. ഇപ്പോൾ 2014 വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ എങ്ങനെയാണ് ബ്രസീൽ കളിച്ചിരുന്നത്? അത് നെയ്മർ ഉണ്ടായിരുന്നോണ്ട്. അപ്പോൾ ആ സെമി ഫൈനലിൽ ജർമ്മനിയായിട്ട് ഒരു ഗോള് വീണതിന് ശേഷം അതിനെ അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിയൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ വളരെ പോസിറ്റീവ് ഫുട്ബോളാണ് അവർ ഗോള് വഴങ്ങുന്നത് വരെ. അതിന് ശേഷം ഡൗൺ ആവുകയാണ്. അത് ഗോള് വീണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
എനിക്ക് തോന്നുന്നു അപ്പോൾ അവർ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എസ്പെഷ്യലി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസൊക്കെ ഒന്നും കൂടി നമ്മൾ കളിക്കുന്ന വെച്ചെങ്കിൽ ഹൃദയം കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നവരാണ്. അപ്പോൾ ചിലപ്പോൾ ശരിക്കും നമ്മൾ ഫൈനൽ തേർഡ് വരെ ബോൾ കൊണ്ടുപോകും, പോസ്റ്റ് വരെ കൊണ്ടുപോകും, ചിലപ്പോൾ ഗോൾ അടിക്കാൻ മറക്കുന്ന അവസ്ഥകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഞാൻ പറഞ്ഞ യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞ സംഭവം അതാണ്. ബ്രസീലിൻ്റെ കേസിൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർക്ക് ഈ വേൾഡ് കപ്പ് നന്നായിട്ട് അവർക്ക് ആക്ച്വലി എന്താ പറയുക, ഒരുപക്ഷെ സന്നാഹ മത്സരത്തിൽ പനാമയായിട്ട് 6-2 വിജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, വേൾഡ് കപ്പിൽ അവർ പെർഫോം ചെയ്യും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സാർ ഈ വൈകാരികത പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മയുള്ള കാര്യം 2014 കാര്യം, ക്വാർട്ടർ ഫൈനലിൽ നെയ്മർക്ക് പരിക്ക് പറ്റുന്നു, പുറത്താവുന്നു. സെമി ഫൈനലിൽ ബ്രസീൽ ഇറങ്ങുമ്പോൾ ഈ നെയ്മറുടെ ജേഴ്സി ഇങ്ങനെ പിടിച്ചിട്ടാണ് അവർ ആ നാഷണൽ ആന്തത്തിൽ നിൽക്കുന്നത്. ആ ഒരു വൈകാരികത നെയ്മർ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നില്ല. കാരണം ആ വൈകാരികതക്ക് പോകുന്നതിന് പകരം ജർമ്മൻ ടീമിനെ തടയാൻ ആ വൈകാരികത കൊണ്ട് പറ്റൂലായിരുന്നു. അവിടെയാണ് അന്ന് ശരിക്ക് അവർക്ക് ഇപ്പൊ ഈ അതുപോലെ തന്നെ ഇപ്പൊ ജർമ്മനിയും ബ്രസീലും കൂടി കളിക്കുമ്പോഴൊക്കെ ഈ 7-1 പ്രതികാരം ചെയ്യണം എന്ന രൂപത്തിൽ പലരും പറയാറുണ്ട്. പക്ഷേ ബ്രസീലിന്റെ കഴിഞ്ഞ കോച്ച് ടിപ്റ്റെ അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു നിരീക്ഷണം അവർക്ക് പറയുണ്ടായി. അതായത് 2018 വേൾഡ് കപ്പിന് മുമ്പ് ബ്രസീലും ജർമ്മനിയും കൂടി ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു. 1-0 ജർമ്മനി ജയിച്ച കളിയാണ്, ബ്രസീൽ ജയിച്ച കളിയാണ്. അപ്പോൾ അതിന് ശേഷം ടിറ്റ പറഞ്ഞത് ഈ 7-1 എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബാരിയറാണ്, ഒരു പ്രേതം പോലെയാണ്. നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടി കളിക്കാൻ നോക്കിയാൽ നടക്കൂല. അതിന് പകരം ഇപ്പൊ മുന്നിൽ ഏതാ കളി, ആ കളി 1 ഗോളോ 2 ഗോളോ അടിച്ച് ജയിക്കാൻ പറ്റുമോ അത് നോക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈകാരികത ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് പലപ്പോഴും വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ. അതിന് ആഞ്ചലോട്ടി വരുമ്പോൾ കഴിയൂലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആഞ്ചലോട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കോച്ചാണ്. ആഞ്ചലോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പോൾ 5 ചാമ്പ്യൻസ് ലീഗ്, അതേപോലെ തന്നെ നമ്മള് എല്ലാ ലീഗുകളും ജയിച്ച ഒരാള്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആ ഒരു പരിചയസമ്പത്ത് തീർച്ചയായിട്ടും അതിൽ കൊണ്ടുവരാൻ കഴിയുന്നുള്ളൂ. അതേപോലെ സൂപ്പർ സ്റ്റാർ ഈഗോ, ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നല്ലോണം അറിയുന്ന ആളാണ്. അപ്പോൾ ആഞ്ചലോട്ടിക്ക് അറിയാം. അപ്പം മെന്റാലിറ്റി വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഒരു 2 ഗോള് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസ് അർജന്റീനയായിട്ട് തിരിച്ചു വന്ന അവസാന 10 മിനിറ്റിലാണ് തിരിച്ചു വന്നത്. യാദർശികമാണ്. പക്ഷെ അത് ഡൗൺ ആയിരുന്നു, എന്നാലും അവരൊരു തിരിച്ചു വന്നു. ഇപ്പൊ ബ്രസീലിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഗോള് വീണിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഡൗൺ ആകുന്ന, നമ്മള് ആക്ച്വലി അവരൊരു മുറയിൽ ഒരു ആത്മവീര്യം പോകുന്ന രീതിയിലൊക്കെ പലപ്പോഴും 98 വേൾഡ് കപ്പ് ഫൈനലൊക്കെ നമ്മൾ അതാണ് കണ്ടത്. ഒരു ഗോള് വീണോടുകൂടി പിന്നെ ആകെ പിടികിട്ടും. പിന്നെ ഫുൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, സ്ട്രക്ചർ പോയി, വീണ്ടും ഗോൾ. മെന്റാലിറ്റിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ വളരെ ഇപ്പൊ ഇത് സാറ് ഈ തിരിച്ചുവരവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ നെതർലൻഡ്സ് അർജന്റീനക്കെതിരെ തിരിച്ചു വന്നതും അവസാന മിനിറ്റുകളിലുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. അപ്പോൾ അത് യൂറോപ്യൻ ടീമുകൾക്ക് അതിനുള്ളൊരു ഇത് കുറച്ച് കൂടുതലാണ്. തീർച്ചയായിട്ടും ഒരു പ്രായോഗികത അത് വെച്ചെങ്കിൽ ആ ഒരു പ്രൊഫഷണലിസം, അതേപോലെ തന്നെ ഒന്നുകൂടി നമ്മൾ പ്രായോഗികതയുടെ കാര്യത്തിൽ പ്രാക്ടിക്കാലിറ്റിയാണ് അവർ ഒന്നുകൂടി നോക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്നുകൂടി ഒരു ധാരണ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇംഗ്ലണ്ട് ഉണ്ട്, ജർമ്മനി ഉണ്ട്, എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ആകെ പറഞ്ഞത് ജർമ്മനി അല്ല, ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗൽ, ബ്രസീൽ, പിന്നെ ഇത്രയും ടീമുകളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പോർച്ചുഗൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ടീമുകളിൽ ഒന്നാരായിരിക്കും, വെറുതെ ഒരു റാങ്കിങ് പോലെ സാറിൻ്റെ മനസ്സിൽ വരുന്നു പറഞ്ഞാൽ മതി, ഒന്നാരായിരിക്കും? എൻ്റെ മനസ്സിൽ വരുന്നത് സ്പെയിനാണ്. 2 ഫ്രാൻസ്, 3 അർജന്റീന, 4 പോർച്ചുഗൽ. അപ്പോൾ 5 ബ്രസീലുള്ളൂ. 5 ബ്രസീൽ. അപ്പോൾ ഹെക്സ് ഉണ്ടാവില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, സന്തോഷം സാർ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ഷിയാബ് സാറുമായിട്ടുള്ള ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ബാക്കി ഇനി അങ്ങോട്ട് വേൾഡ് കപ്പിൽ നമ്മൾ പൊളിച്ചെടുക്കലാണ്. ഫുൾ ഡിസ്കഷൻസും വിലയിരുത്തലൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.